യഥാർത്ഥ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നാണ് എന്റെ ചോദ്യം. നോക്കൂ, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണെങ്കിൽ അത് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവഗണിക്കാൻ പറ്റില്ല. പാരമ്പര്യം മുൻകൂട്ടി പറയുന്നത് ഇത് പ്രധാനമാണെന്ന്, അല്ലേ? 11ലും 12ലും ഇന്ന സബ്ജക്ട്സ് എടുക്കണം, ആ കോളേജ് നല്ലതാണ്, ആ സ്ട്രീമിൽ മികച്ച അവസരങ്ങൾ നൽകുന്നു. ഇതെല്ലാം പ്രധാനമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവയൊന്നും പ്രധാനമല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിർവചനങ്ങൾ നിങ്ങളുടെ സ്വന്തമാകണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ചില കാര്യങ്ങൾ ഒരു യുവതിയും യുവാവും മറ്റുള്ളവരുടെ ഇടപെടലില്ലാതെ, പേടിയില്ലാതെ, പാരമ്പര്യത്തിന്റെ ഭാരമില്ലാതെ സ്വന്തമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ മുതിർന്നവരാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം, ചോദിക്കണം, അന്വേഷിക്കണം, പരീക്ഷിക്കണം. കാരണം എന്താണ് പ്രധാനമെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ നിർവചനങ്ങളുണ്ടെങ്കിൽ ശരിക്കുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും എത്തില്ല. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ ഗുർനൂർ കൗർ, 11ാം ക്ലാസ്. ആദ്യമായി പറയട്ടെ, നിങ്ങളുടെ വാക്കുകൾ വിജയത്തെക്കുറിച്ചും മറ്റും വലിയൊരു അറിവാണ് നൽകിയത്. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ, നിരന്തരമായ താരതമ്യം, കുറുക്കുവഴികൾ തിരഞ്ഞെടുക്കാനുള്ള പ്രലോഭനങ്ങൾ. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: യഥാർത്ഥ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം? യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിലൂടെ. നോക്കൂ, ആ ഒരു കാര്യം അപ്പോൾ ശരിക്കും പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ അത് നിങ്ങൾ ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാകും. ശരിക്കും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിസ്സഹായരാകും. മറ്റൊരു ചോയ്സ് ഉണ്ടാകില്ല. അത് കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കാൻ പിന്നെ നിങ്ങൾക്ക് കഴിയില്ല. അതിൻ്റെ ഉന്നതി കണ്ടിട്ട് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്നത് അസാധ്യമായി മാറും. കണ്ടാൽ മതി. പക്ഷേ അതെങ്ങനെ കാണാം? ശരിക്കും പ്രധാനം എന്താണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? പെട്ടെന്ന് തന്നെ എല്ലാം സ്വീകരിക്കാതിരുന്നാൽ മതി. പാരമ്പര്യം നിങ്ങൾക്ക് കൈമാറിയ പ്രാധാന്യത്തിന്റെ നിർവചനങ്ങൾ നോക്കൂ. ജീവിതത്തിൽ എന്താണ് പ്രധാനമെന്ന് നിങ്ങൾ സ്വന്തമായി കണ്ടെത്താൻ പാരമ്പര്യം ആഗ്രഹിക്കുന്നില്ല. അത് നേരത്തെ തന്നെ പറഞ്ഞു തരും ഇതാണ് വേണ്ടതെന്ന്, അല്ലേ? നിങ്ങൾ സ്വയം തീരുമാനിച്ചതല്ല. ഇതെല്ലാം പ്രധാനമാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചതാണ്, അല്ലേ? നിങ്ങളത് വിശ്വസിച്ചു. വെറുതെ കണ്ണടച്ച് വിശ്വസിച്ചു. ഇനി അത് നിർത്തണം. നിങ്ങൾ മുതിർന്നവരാണ്. ചോദ്യം ചോദിക്കണം, അന്വേഷിക്കണം, പരീക്ഷിക്കണം. കാരണം എന്താണ് പ്രധാനമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ നിർവചനങ്ങളുണ്ടെങ്കിൽ ശരിക്കുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എത്തില്ല. പാരമ്പര്യം നിങ്ങൾക്ക് കൈമാറിയ എല്ലാ നിർവചനങ്ങളും നിങ്ങൾ തള്ളിക്കളയണം. 11, 12 ക്ലാസുകളിൽ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. അത്തരത്തിലുള്ള കോളേജ് നല്ലതാണ്. ആ സ്ട്രീമിൽ നല്ല അവസരങ്ങളുണ്ട്. അവസരങ്ങൾ എന്നാൽ എന്തായാലും ആ ഫീൽഡിൽ വലിയ സ്കോപ്പുണ്ട്. പക്ഷേ സ്കോപ്പ് എന്നാൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ വെറും വാക്കുകൾ, അല്ലേ? സ്കോപ്പ് എന്താണ്? ഈ സ്കോപ്പ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനുള്ള പൊട്ടൻഷ്യൽ ആർക്കും അറിയില്ല. എന്തു തരം സക്സസ്? ഇപ്പോൾ ഈ പ്രായമെത്തി. ഇനി കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെക്കുറിച്ച് ആലോചിക്കണം. പിന്നെ ഒരു കുട്ടി പോരാ, രണ്ടാമത്തെ കുട്ടിയും വേണം. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കിപ്പോൾ 35 വയസ്സായി, എന്നിട്ടും സ്വന്തമായി വീടില്ല. എവിടെ ഹൗസ് ലോൺ? എവിടെ EMI-കൾ? എന്താ കാർ ഇത്ര ചെറുത്? വലിയൊരു കാർ വേണം. ഇതെല്ലാം പ്രധാനമാണെന്ന് എങ്ങനെ അറിഞ്ഞു? അവ പ്രധാനമല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ നിർവചനങ്ങൾ നിങ്ങളുടേതായിരിക്കണം.
എന്നിട്ട് സ്വതന്ത്രമായി നിങ്ങളുടെ വിവേചനാധികാരത്തിൽ, നിങ്ങളുടെ സ്വന്തം ജ്ഞാനത്തിൽ ഇവ പ്രധാനമാണെന്ന് തീരുമാനിച്ചാൽ അത് ശരിയാണ്. എന്നാൽ ഇവയെ ഒരു തളികയിൽ മുഖവിലക്കെടുക്കരുത്. പക്ഷേ മറ്റാരോ പറയുന്നത് കേട്ട് അത് അതേപടി വിശ്വസിക്കരുത്. ഒഴിവാക്കുകയല്ല, ആവശ്യപ്പെടുകയാണ്. ഇത് വളരെ വ്യക്തിപരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രമായി ആ തീരുമാനത്തിലെത്താൻ കഴിയണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ തീരുമാനിക്കേണ്ട ഒന്നല്ല ഇത്. യുവതികളും യുവാക്കളും പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഇല്ലാതെ സ്വന്തമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പേടിയില്ലാതെ, പാരമ്പര്യത്തിന്റെ ഭാരമില്ലാതെ. പല കാര്യങ്ങളിലും മറ്റുള്ളവർ ഉണ്ടാക്കിയ നിയമങ്ങൾ നമുക്ക് അംഗീകരിക്കാം. റോഡിലെ ട്രാഫിക് റൂൾസ് പോലെ അവിടെ എതിർക്കേണ്ടതില്ല. തെറ്റായ ദിശയിലേക്ക് വണ്ടി ഓടിക്കുമെന്ന് പറയേണ്ടതില്ല. അതാണ് എൻ്റെ വ്യക്തിത്വമെന്ന് പറയുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലെ ഓടിക്കൂ. നിയമങ്ങൾ പറയാൻ നിങ്ങൾ ആരാണ്? മൈ ലൈഫ് മൈ റൂൾസ്. ഞാൻ റിവേഴ്സിലേ പോകൂ. വിഡ്ഢിത്തമാണ്. ചെറിയ കാര്യങ്ങളിലും പുറമെയുള്ള കാര്യങ്ങളിലും മറ്റുള്ളവരുടെ റൂൾസ് നമുക്ക് സ്വീകരിക്കാം. കുഴപ്പമില്ല. ഈ സ്റ്റേജിന്റെ വലുപ്പം ഞാൻ തീരുമാനിച്ചതല്ല, എങ്കിലും കുഴപ്പമില്ല. ഇതിലും ചെറിയ സ്റ്റേജുകളും ഈ വീതിയുടെ 5 ഇരട്ടിയുള്ള സ്റ്റേജുകളും ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ സംസാരത്തിലെ ഉള്ളടക്കം വളരെ വ്യക്തിഗതമാകണം എന്നതിൽ എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പറയുന്നത് നമ്മളുടെ ബന്ധം വളരെ അടുപ്പമുള്ളതാണ്. നിങ്ങളോട് എന്ത് പറയണം എന്ന് തീരുമാനിക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ല. അതിൽ ആരും ഇടപെടരുത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങളാകാം. അത് കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും പ്രധാനപ്പെട്ടത് എന്താണെന്ന് സ്വയം അന്വേഷിക്കുമ്പോൾ ജീവിതത്തിലെ അനാവശ്യമായ കുറെ കാര്യങ്ങൾ തനിയെ ഇല്ലാതാകും. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാകുമ്പോൾ അവിടെ പുതിയൊരു ഇടമുണ്ടാകുന്നു. മുമ്പ് ഈ മണ്ടത്തരങ്ങളൊന്നും മണ്ടത്തരങ്ങളായി തോന്നിയിരുന്നില്ല. ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഒരു പെൺകുട്ടി ഭംഗിയുള്ളവളായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. എന്താ ഭംഗിയായി അല്ലെങ്കിൽ അടക്കത്തോടു കൂടി ഇരിക്കാത്തത്? എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കണം. ഞാൻ എതിർക്കുകയല്ല, ചോദിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ ആരാണ്? എന്താണ് അട്രാക്ഷൻ? ആകർഷണീയത എന്നാൽ എന്താണ്? ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അവിടെ സ്ഥാനം കിട്ടുകയുള്ളൂ. ദയവായി ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സ് ഇത്തരം നിസ്സാര കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നിടത്തോളം ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയ്ക്കടിയിൽ മൂടിപ്പോകും. എന്താണ് പ്രധാനമെന്ന് നിങ്ങൾ ശരിക്കും കണ്ടെത്തേണ്ടതില്ല. അത് ദൃശ്യമാകും. പക്ഷേ അത് തെളിയണമെങ്കിൽ ആദ്യം തന്നെ അനാവശ്യമായ മണ്ടത്തരങ്ങൾ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റണം. നിരസിക്കൽ വളരെ പ്രധാനമാണ്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് അന്വേഷിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ലെങ്കിൽ പിന്നെ ഇതിൽ എന്ത് കാര്യമാണുള്ളത്? പാരമ്പര്യം എന്നത് സത്യമല്ല. നിങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്റെ ചിന്താഗതിയെ ഒരുപാട് മാറ്റിമറിച്ചു. എന്റെ തുടർന്നുള്ള ചോദ്യം, പാരമ്പര്യം എന്നത് സത്യമല്ലെന്നും വെറും വാക്കുകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചല്ലോ. അതിനാൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനു മുകളിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ
പാരമ്പര്യത്തിനെ എതിർക്കുന്നവർ എപ്പോഴും തെറ്റുകാരാണെന്നൊരു തോന്നൽ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇതിനു മുകളിൽ വളരാൻ കഴിയുക? ആ തോന്നൽ അവിടെ ഇരിക്കട്ടെ. പുറത്തുള്ളവർക്ക് അങ്ങനെ തോന്നാം. പക്ഷേ നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു തോന്നൽ? മഞ്ഞ ബ്ലേസർ ഇട്ട ഒരാൾ മണ്ടനാണെന്ന ധാരണ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള പലരും വെച്ചു പുലർത്തുന്നുണ്ടാകാം. അത് കുഴപ്പമില്ല. അത് നിങ്ങളുടെ തോന്നലാണ്. മനസ്സിലാകുന്നുണ്ടോ? ആളുകൾക്ക് എന്തു വേണമെങ്കിലും വിശ്വസിക്കാം. പല വിചിത്രമായ വിശ്വാസങ്ങളും അവർക്കുണ്ടാകും. അത് അവരുടെ കാര്യം. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാതിരുന്നാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു വൈറസ് പോലെയാണ് കൊറോണ വൈറസ്. അതെവിടെ കിടക്കട്ടെ, സൂര്യന് കീഴിൽ എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. ഇത്തരം രോഗാണുക്കളെല്ലാം കാലത്തിന്റെ തുടക്കം മുതൽ തന്നെ പണ്ടേക്കാട്ടിലും മറ്റുമുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ. കാട്ടിൽ വവ്വാലിൽ ഒരു വൈറസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കില്ലല്ലോ. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് പ്രശ്നം. അതിന് അനുവാദം നൽകരുത്. നിങ്ങളുടെ മനസ്സ് പവിത്രമായിരിക്കണം. മനസ്സ് ഒരു അമ്പലം പോലെയാകണം. എല്ലാ ചിന്തകളെയും ക്രമരഹിതമായ ആശയങ്ങളെയും അവിടെ പ്രവേശിപ്പിക്കരുത്. ഇതാണ് പവിത്രത. പഴയ പാരമ്പര്യവും കാലാകാലങ്ങളായി പിന്തുടരുന്ന നിലനിൽക്കുന്ന തത്വങ്ങളും എപ്പോഴും ശരിയാകണമെന്നില്ല എന്നു നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ മറുവശത്ത് ചരിത്രപുരുഷന്മാരായ മഹത് വ്യക്തികളെ, മഹത്തായ കാര്യങ്ങൾ ചെയ്ത ആളുകളിൽ നിന്നുള്ള സമാന ചിന്തകരെ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടെന്ന് നാം കാണുന്നു. അപ്പോൾ ആ കാലത്തെ തത്വങ്ങൾ എപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവരുടെ സന്ദേശങ്ങളും തത്വങ്ങളും അവർ പിന്തുടർന്ന ആദർശങ്ങളും നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അവരിത് ചെയ്യണം, ചെയ്യരുത് എന്ന് പറയില്ല. മഹത് വ്യക്തികൾ ഒരിക്കലും തത്വങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല. തന്റെ പോരാട്ടങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നവരാണ് അവർ. അവരുടെ തത്വങ്ങൾ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കില്ല. അവരുടെ ജീവിതത്തിൽ നിരന്തരമായ അന്വേഷണങ്ങളും വെല്ലുവിളികളും ഉണ്ടാകും. സ്വന്തം ചിന്തകൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ രീതിയല്ല. പ്രത്യേകിച്ച് വരും തലമുറയിൽ ഒരു മഹാൻ ഒരിക്കലും ചെയ്യാൻ പോകുന്നത് അതല്ല. ഉദാഹരണത്തിന് ഗീത. ആരോ പറഞ്ഞു, ഗീതയിൽ വെറുമൊരു ആശയമോ തത്വങ്ങളുടെ കൂട്ടമോ അടങ്ങിയിട്ടില്ല. അതിൽ ക്രൂരവും അസഭ്യവുമായ ചോദ്യം ചെയ്യലുകൾ അടങ്ങിയിട്ടുണ്ട്. സമാനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഗീത നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? മറ്റൊരു നൂറ്റാണ്ടിലെ ഉത്തരങ്ങൾ ഞാൻ എന്തിന് സ്വീകരിക്കണം എന്നതാണ് നിങ്ങളുടെ ചോദ്യം. മഹത് വ്യക്തികളിൽ നിന്നുള്ളത് ഉത്തരങ്ങളായിരിക്കില്ല, മറിച്ച് ചോദ്യങ്ങളായിരിക്കും. എളുപ്പമുള്ള ഉത്തരങ്ങൾ സ്വീകരിക്കരുത് എന്നവർ പറയും. അതാണ് അവർ പഠിപ്പിക്കുന്നത്.